കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ: ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലേക്ക് എത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗന്ദര്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. 2 കൊരിന്ത്യർ 2:14. അപ്പോൾ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാമിനെ സമീപിച്ചു പറഞ്ഞു: കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ? അതിൻ്റെ മേൽ നിനക്ക് ഞാൻ ഇന്ന് വിജയം നൽകും. ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 20 അധ്യായം 13 എന്നാൽ അവൻ വയലിൻ്റെ മധ്യേ നിന്നു അത് കാക്കുകയും ഫിലിസ്ത്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു. 1 ദിനവൃത്താന്തം 11:14. എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹീതനാണ്. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. ദാവീദ് അവൻ്റെ വഴിക്ക് പോയി സാവൂൾ കൊട്ടാരത്തിലേക്ക് മടങ്ങി. 1 സാമുവേൽ 26:25. കർത്താവിൻ്റെ വചനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം നാം മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് കർത്താവ് തരുന്ന എല്ലാ നന്മകളെയും കുറിച്ചാണ് ഈ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് വചനത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരെ എല്ലാവരെയും കർത്താവ് സംരക്ഷിക്കും. കർത്താവ് എത്ര നല്ലവനെന്ന് അനുദിനം നമ്മൾ രുചിച്ചറിയണം. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിറയണം. അങ്ങനെ ദൈവമക്കളായി നമ്മൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നെന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ എല്ലാ സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശ്രേഷ്ഠമായ കരത്തിൽ അവരെ എല്ലാം സംരക്ഷിക്കണമേ കർത്താവേ. അവർക്കെല്ലാവർക്കും അങ്ങയുടെ വിജയം നൽകണമേ കർത്താവേ. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവിധം കർത്താവ് സഹായിക്കണമേ. ഒരിക്കൽ പോലും മനുഷ്യരിൽ ആശ്രയിക്കാൻ വഴി വരാതെ കർത്താവെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അടിയുറച്ച് നിൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവെ. എപ്പോഴും മനുഷ്യരിൽ ആശ്രയിച്ചാൽ ആ ആശ്രയം നിഷ്ഫലമായി പോവും. കർത്താവെ, അങ്ങ് കൂടെയുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ധീരമായി പൊരുതാൻ പറ്റുന്നത്. കർത്താവെ, ഞങ്ങൾക്ക് ധീരമായി പൊരുതണം. അങ്ങയുടെ മക്കളായി ജീവിക്കണം. അങ്ങയുടെ വചനം ലോകമെമ്പാടും എത്തിക്കണം കർത്താവെ. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ മക്കളാണെന്ന് ലോകം അറിയണം കർത്താവെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വചനം കൊണ്ട് നിറയ്ക്കണമേ. അവരെ എല്ലാം കർത്താവിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ കർത്താവെ അങ്ങ് അണച്ചു ചേർത്ത് അങ്ങയുടെ സ്നേഹ ഭണ്ഡാരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ അമൂല്യ നിധി അവരുടെ മേലെല്ലാം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പാ പിതാവേ, അങ്ങയുടെ കൃപയിൽ ഞങ്ങളെല്ലാം പൊതിയുന്നതിനോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ദിവസം അങ്ങ് ദാനമായി തന്നിരിക്കുന്ന ഈ ദിവസത്തിൽ അങ്ങ് ചെയ്ത എല്ലാ വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പിതാവേ. തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അപ്പൻ്റെ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനവും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ പ്രകാശത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.